എടേ നേരം വെളുത്തിട്ട് ഒരു കാലപടയും കാണാനില്ല. ആർക്കിട്ടെങ്കിലും രണ്ടെണ്ണം കൊടുക്കണോന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പൈസ കിട്ടണം. ചേട്ടോ നമസ്കാരം. ആരെ മനസ്സിലായില്ല? ഞാന് ദേശീയനെറ്റിലെ തമ്മിൽ തല്ല് പരിപാടിന്ന് വരുവാ. ആരെ എന്നെ തല്ലുന്ന? അയ്യോ ചേട്ടനെ തല്ലുന്നല്ല, പിന്നെ ഞാനൊന്ന് ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാ. നീ ചെയ്യടാ, നീ ചെയ്തു നോക്ക്. നീ അയ്യോ ഞാൻ പറഞ്ഞത് അഭിമുഖ സംഭാഷണം. ഓ അങ്ങനെയായിരുന്നാ? ചോദിച്ചു. അതൊക്കെ പോട്ടെ, ചേട്ടന്റെ പേരെന്താന്ന് പറഞ്ഞ? എന്റെ പേരാ സാഗർ ഏലിയാസ് ദാസൻ. സാഗർ ഏലിയാസ് ദാസൻ. ചേട്ടന്റെ പേര് കെ കെ ദാസൻ അല്ലേ ചേട്ടാ? ആ കെ കെ ദാസൻ ആയിരുന്നു. കെ കെ ദാസൻ എന്നൊക്കെ വല്ല പഞ്ചായത്ത് മെമ്പർമാർക്കും ഇടാ പേര്. ആ പേര് കേട്ടാ പേടിക്കൂല, അതുകൊണ്ട് ഞാൻ പേര് മാറ്റി. ഓ അപ്പൊ സാഗർ ഏലിയാസ് ദാസൻ. ദാസൻ ചേട്ടൻ ഈ നാട്ടിലൊരു വലിയ ദാതയാണ് എന്നാണ് നാട്ടുകാർ പറയണത്. അത് ശരി. മെയിൻ ആയിട്ട് കൊട്ടേഷൻ ആണ് പരിപാടി. കൊട്ടേഷൻ അല്ല ചേട്ടാ, എന്താ ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല? കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എനിക്ക്. എടാ ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞാ ഞാനും എന്റെ 5-6 പിള്ളേരും കൂടി ആരെങ്കിലും സ്കെച്ച് ഇടും. സ്കെച്ച് ഇടുക അതറിയാൻ പാടില്ല. ഇല്ല. എടാ സ്കെച്ച് ഇടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കടയിൽ പോയി ഒരു പാക്കറ്റ് സ്കെച്ച് പേന മേടിക്കും. എന്നിട്ട് തല്ലാൻ പോണവന്റെ വീടിന്റെ വാതിലുള്ള വേലി, അവിടെ പൂക്കള്, പിന്നെ ഉദയസൂര്യനൊക്കെ വരച്ചു വെക്കും. എന്നിട്ട് നമ്മൾ തല്ലാനായിട്ട് അവന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലും. ചെന്നിട്ട് അവിടെ കിടന്ന് മുട്ടൻ അടിയാണ്, അടിച്ച് താഴ്ത്തിടും. അത് ചേട്ടൻ അവനെ അടിച്ച് താഴ്ത്തിടും? ഞാനല്ല, അവരെല്ലാരും കൂടി എന്നെ അടിച്ച് താഴ്ത്തിടും. അങ്ങനെ. അപ്പൊ എന്റെ പിള്ളേരൊക്കെ കൂടി എന്നെ ഒരു വാരിക്കോട്ടെ ചുമന്നിട്ട് ഇങ്ങനെ ഓഹോയ് 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 എന്ന് പറഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകും. അതാണ് കൊട്ടേഷൻ. ചില സമയത്ത് കയറിൽ കെട്ടി വലിച്ചോണ്ടാ പോണത്, കയറേഷൻ എന്ന് പറയും. അത് കയറേഷൻ. ചിലപ്പോ കട്ടിലേൽ കെട്ടി വലിച്ചോണ്ട് പോകും. അപ്പൊ അതിന് കട്ടിലേഷൻ എന്ന് പറയും. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. അപ്പൊ ചേട്ടൻ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൊട്ടേഷൻ ഫാമിലിയാണ്? ഒരിക്കലും ഇല്ല. പാരമ്പര്യമായിട്ട് എന്ന് പറയുന്നത് എന്റെ അച്ഛൻ എന്ന് പറയുന്ന നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ്. അച്ഛൻ കണ്ണിലുണ്ണിയായിരുന്നു? കണ്ണിലുണ്ണിയാണ്. നാട്ടുകാർക്കൊക്കെ എന്റെ അച്ഛന്റെ പേര് പറയുമ്പോ ഇങ്ങനെ രോമ എഴുന്നേച്ച് വെക്കും. അത്രയ്ക്ക് ബഹുമാനം. അത്രയ്ക്ക് ബഹുമാനം. ഈ അടുത്ത വരുന്ന ഇലക്ഷൻ എന്നെ നിർത്താൻ പോകും അച്ഛന്. അത് ശരി. ഇപ്പൊ അച്ഛൻ എന്ത് ചെയ്യണം? അച്ഛനിപ്പോ കിടപ്പില്ല. എന്ത് പറ്റി? നാട്ടുകാർ തല്ലി കാലോടിച്ചിട്ടേക്ക്. അത് ശരി. അപ്പൊ ചേട്ടാ അമ്മയോ? അമ്മേ? എടാ അമ്മയെന്ന് പറഞ്ഞാൽ എന്റെ പൊന്നെന്റെ ദൈവമാണ്. അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭക്തി ബഹുമാനം എല്ലാം വരും. ഞാനപ്പോ മുണ്ട് ഇങ്ങനെ അഴിച്ചിട്ട് നിൽക്കും എന്റെ അമ്മയുടെ മുമ്പിൽ. അത്രയ്ക്ക് ബഹുമാനമാണ്? അത്രയ്ക്ക് ബഹുമാനം എനിക്ക്. അത് ശരി. അമ്മ ഇപ്പൊ എന്ത് ചെയ്യണ ചേട്ടാ? അമ്മ കിടപ്പിലാണ്. എന്ത് പറ്റി? എടാ അത് കഴിഞ്ഞ വർഷേ ഒരു ദിവസം ചോറ് തന്നപ്പോ അതിൽ സാമ്പാറിന് ഇച്ചിരി ഉപ്പ് കൂടി പോയെന്ന് പറഞ്ഞ് അമ്മയുടെ നടുവിന്റെ കാലം മുടക്കാൻ ഒറ്റ അടി അടിച്ചതാ. അന്ന് വീണതാ, പിന്നെ ഇതുവരെ എണീറ്റിട്ടില്ല. അത് ശരി. അപ്പൊ നല്ല ബഹുമാനം. അത്രയ്ക്ക് ബഹുമാനമാണ്. ഇത് ഓൺ വന്നിട്ടാ. ഹലോ എടാ പട്ടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാ വിളിക്കരുതെന്ന്. എടാ എന്തെങ്കിലും ആവശ്യമുണ്ട്, ഞാൻ കുടുംബത്തിലല്ലടാ വന്നത്. ബ്ലഡി റാസ്കൽ കിടക്കടാ അവിടെ. കട്ടിയടാ ഫോൺ. ആരേട്ടാ? അച്ഛനാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പെണ്ണ് വിഷയത്തിൽ നമ്മൾ ഇടപെടില്ല. പെണ്ണ് വിഷയത്തിൽ ഇടപെടില്ല. അങ്ങനെ ചീത്തപ്പേരില്ല. ഇല്ല. നമ്മൾ ദാതമാരെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കില്ല. സ്ത്രീ വിഷയം നമുക്ക് ഇഷ്ടമല്ല. ഇല്ല. അത് ശരി. ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താണ്? എത്രാമത്തെ അല്ലെ? ഒന്നാമത്തെ ആണെങ്കിൽ വിനോദിനി, മറ്റത് സരസു, പിന്നെ കുമ്പളങ്കാരത്ത് വരുത്തില്ല, അവള് ചത്തുപോയി തോന്നണം. ഇപ്പൊ ഉള്ളത് സരസു. പണിയായിട്ടേ കാണിക്കണത്. സ്വന്തം ഭാര്യനെ എടുത്ത് മർദ്ദിക്കാവോ? ഇങ്ങനെയൊക്കെ ചെയ്യാവോ ചേട്ടാ? എടാ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു സ്റ്റൈൽ ഇതാ. രീതി ഇതാ. വെള്ളം അടിച്ചു കഴിയുമ്പോ ചേട്ടന്റെ രീതി ഇതാണ്. അതാണ്. അതൊക്കെ പോട്ടെ, ചേട്ടന്റെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കളെ ഞാൻ മാറ്റി നിർത്തിയേക്കാണ്. കാരണം എന്റെ ഈ ചോരപ്പാടുകളിലൂടെ മക്കൾ നടക്കാൻ പാടില്ല. അതുകൊണ്ട് മക്കളെ ഞാൻ ദൂരെ മാറ്റി പഠിപ്പിക്കും, എന്റെ മുഖം പോലും കാണാതെ. അതൊരു നല്ല സ്വഭാവം. മാറ്റി പഠിപ്പിക്കും. ഇപ്പൊ മക്കൾ ഇവിടെ ബോർഡിംഗിലാണോ? ബോർഡിംഗിലൊന്നും അല്ല. പിന്നെ ഗവൺമെന്റിന്റെ തന്നെ ഒരു സ്ഥാപനം. ഏത് സ്ഥാപനം? ദുർഗുണ പരിഹാര പാഠശാല. അവിടെയുണ്ട്. മൂത്തവന് 5ാമത്തെ വയസ്സിൽ കിട്ടിയ അഡ്മിഷൻ. അവൻ അപ്പുറത്തെ വീട്ടിലെ പെണ്ണുമുള്ള ചട്ടകത്തിനടിച്ചു. ഓ അങ്ങനെ. ഇളവനെ പെറ്റിട്ടാൻ അതിന്റെ ഉള്ളിലാ. ശരി. അതൊക്കെ പോട്ടെ ചേട്ടാ. ചേട്ടൻ എന്തെങ്കിലും മാനസാന്തരം വന്നിട്ടുണ്ടോ? മാനസാന്തരം? പിന്നെ ഈ ചോരക്കളത്തിലൂടെ നടപ്പ്, വെട്ടും കുത്തും കൊലപാതകവും കൊട്ടേഷനായിട്ട് എനിക്ക് മാനസാന്തരം ഉണ്ടായെന്ന. ഒരു 3 വർഷം മുമ്പ് എനിക്ക് മാനസാന്തരം ഉണ്ടായി. മാനസാന്തരം വന്നു. അങ്ങനെ മാനസാന്തരം വന്നിട്ട് ഞാൻ നേരെ ഗഡീസിന്റെ അടുത്ത് ചെന്നു. ഗഡീസാ? അല്ല, പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ചെന്നു. ഓ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ഗഡീസിനോട് പറഞ്ഞു, ഐസേ നമുക്ക് ഇങ്ങനെ പോലെ സീനുണ്ട്, അപ്പൊ എന്തെങ്കിലും പൂതിയാക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്ന് ബ്രിട്ടക്സ് ആക്കി തന്നെ പറഞ്ഞു. കുമ്പസാരിക്കാൻ വേണ്ടി പോയി. അതന്നെ. അത് ശരി. കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ബ്രിട്ടക്സ് ചെയ്ത് പ്രശ്നം അവസാനം പറഞ്ഞു തീർന്നപ്പോഴല്ല ഐസ ചാടി അങ്ങ് എണീറ്റ്. എന്നിട്ട് ചാടി എന്നിട്ട് ലോഹം മടക്കുത്തിട്ട് പറയാ വെച്ച് പൊളിയളിയാന്ന്. പിന്നെ എനിക്ക് മാനസാന്തരം വന്നിട്ടില്ല. അപ്പൊ ചേട്ടൻ ഇതുവരെ അങ്ങനെ വേറെ മാനസാന്തരങ്ങളൊന്നും വന്നിട്ടില്ല. അതൊക്കെ പോട്ടെ. ഈ കഴിഞ്ഞിടെ ചേട്ടൻ ആ ചാക്കോ ചേട്ടന്റെ കയ്യും കാലും തല്ലി പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടില്ല? നമ്മുടെ ഇപ്പഴത്തെ ചാക്കോ ചേട്ടന്റെ കൈ വെട്ടിക്കളയത്. എന്താണ്? അവൻ എന്റെ പെണ്ണുമ്പിള്ളേനോട് അസഭ്യം പറഞ്ഞു. പെണ്ണുമ്പിള്ളയുടെ അസഭ്യം പറഞ്ഞു? എന്റെ ഭാര്യയുടെ അടുത്ത് അസഭ്യം പറഞ്ഞു കൈ വെട്ടിക്കളഞ്ഞു. അത് വേണം. നിങ്ങളുടെ അടുത്ത് അസഭ്യം പറയുക, അശ്ലീലം പറയുകയൊക്കെ ചെയ്തു അത്ര മാത്രമേ ചെയ്തോളൂ. ഓക്കെ. എന്താ പറഞ്ഞെന്താണ്? അവൻ എന്റെ പെണ്ണുമ്പിള്ളനെ കണ്ടോ പറയണ, എടാ എടി നിന്റെ ഭർത്താവിന് പണിയൊന്നും ഇല്ല, അവന് ഞാൻ എന്തെങ്കിലും ജോലി മേടിച്ചു കൊടുക്കാം. അസഭ്യമല്ലേ പറഞ്ഞത്? അതിനാണ് ഞാൻ കൈവിട്ടില്ല. നമ്മളെ കൊണ്ട് പണിയെടുത്ത് തിന്നാൻ പറ്റുമോ? അങ്ങനെ. അപ്പൊ ചേട്ടാ, ഇത്രയും കാലത്തിനിടയ്ക്ക് ചേട്ടന് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങളുണ്ട്? മറക്കാൻ പറ്റാത്ത. അതായത് ഞാൻ സൗത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ഒരു ഗഡീസ് നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ്, ഐസ് സമയം എന്തായിരുന്നു? ചേട്ടന്റെ അടുത്ത്? എന്റെ അടുത്ത്. അവൻ ആളറിയില്ല, ദാതയാണെന്നുള്ള അറിയാൻ മേലല്ല. ചേട്ടന്റെ അടുത്ത് വന്നിട്ട് സമയം എന്തായിരുന്നു? സമയം എന്തായിരുന്നു ചോദിച്ചു. നമ്മൾ വഴക്കിനും വക്കാണത്തിനും ഒന്നും നിന്നില്ല, അങ്ങോട്ട് മാറി. നമ്മുടെ മര്യാദ. അവൻ ആളറിയില്ല. പിള്ളേര് പോട്ടെ,
അപ്പൊ അവൻ വീണ്ടും വന്നേക്കണ് സമയം എന്തായിരുന്നു പിന്നെയും വന്ന് അവന് കൊടുക്കണ്ടേ? അവന്റെ നാശത്തിനല്ലേ? അവന്റെ നാശത്തിനാണ്. അവിടെ ഞാൻ സംയമനം പാലിച്ചു. ഞാൻ അങ്ങനെ മാറിയിരുന്നു. പിന്നെ നമ്മുടെ മര്യാദ കാണിച്ചു. മൂന്നാമത് അവന്റെ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ചേട്ടാ സമയം എന്തായിരുന്നു? അതാണ് അവന്റെ അഹങ്കാരം. അപ്പൊ നമ്മുടെ രക്തം അങ്ങ് തിളച്ചിട്ടുണ്ടല്ലോ, കുനിച്ച് നിർത്തിയിട്ട് നല്ല കൂമ്പിനൊക്കെ ഇടിയാൻ കൊടുത്തിട്ടുണ്ടല്ലോ, മൂക്കിന്നും മയനും ചോര വന്ന് അവിടെ ഇട്ടു. അവിടെ വീണ് ഞാൻ നേരെ വീട്ടിൽ പോയി. വൈകുന്നേരം ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് അവനൊരു 10-15 പേരായിട്ട് വീട്ടിലേക്ക് വന്നേക്കാണ് പകരം വീട്ടാൻ. കണ്ടപ്പോഴേ എനിക്ക് തോന്നി പണി നടക്കുന്നു. ശരി. അരമതിൽ ചാടി അങ്ങ് അടന്ന് അടിയങ്ങ് തുടങ്ങി. പൊരിഞ്ഞടി. എന്നിട്ട് അടിച്ചങ്ങ് മുറുകി നിൽക്കാൻ അടി അങ്ങോട്ട്. ശരി. ചേട്ടൻ അവരെ ശരിക്കും അങ്ങോട്ട് ഇടിച്ച്? അല്ല, ഞാനല്ല, അവരെല്ലാരും കൂടി എന്നെ അടിച്ച്. അവരെല്ലാരും കൂടി ചേട്ടനെ ഇടിച്ച്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ 10-15 പേര് നിന്ന് അടിച്ചിട്ടുണ്ടല്ല, നിന്നിടത്ത് ഞാൻ അനങ്ങിയില്ല. ധൈര്യം കൊണ്ടല്ല, പിന്നെ മതിലെ ചാരി തിരിച്ച് അനങ്ങാൻ പറ്റുമോ? അങ്ങനെയാണ്. വീട്ടിൽ കൊണ്ട് ചോര കുളിച്ച് അങ്ങനെ കിടക്കാണ്. അപ്പൊ രക്തം തിളച്ചേക്കാണ് നമുക്ക് ദേഷ്യം. അപ്പൊ അതിലൊരുത്തൻ ഒറ്റക്ക് എന്റെ അടുത്തോട്ട് നടന്നു വന്നു. ഒറ്റക്ക് ഇങ്ങ് വന്നു. അവനെന്ന് മേടിക്കും. അവൻ എന്റെ മുഖത്തൊക്കെ ചോദിക്കാണ്, നാണാവൂലേട്ടാ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ പിടിച്ചതല്ലായിരുന്നു. അപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ എടുത്തു വെച്ച് തല്ലിയതല്ലേ? പിന്നെ 10ൽ പഠിക്കുന്ന പിള്ളേരെ തല്ലി അവരെന്നെ തല്ലൂലേ? സരസു പണിയായിട്ടാ കാണിച്ചത്. സ്വന്തം ഭാര്യനെ ആരെങ്കിലും എത്ര വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എടുത്ത് മർദ്ദിക്കോ? എടാ, വെള്ളം കുടിച്ച എന്റെ ഒരു സ്റ്റൈൽ ഇതാടാ, എന്റെ രീതി ഇതാ. വെള്ളം അടിച്ചു കഴിയുമ്പോൾ സ്റ്റൈൽ ഇതാണ്. അത് തന്നെ. അതൊക്കെ പോട്ടെ ചേട്ടാ. ചേട്ടൻ ഇങ്ങനെ നാട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ അയലത്തെ വീട്ടിൽ കല്യാണമൊക്കെ നടന്നാൽ നമ്മൾ പോയി സഹായിക്കും. ഉണ്ടാ എടാ, അയലോകത്ത് കല്യാണം വന്നാൽ ഞാൻ ചീറിപ്പാഞ്ഞ് നടന്ന് സഹായിക്കില്ലേ? അത് ശരി. തലേ ദിവസം രാത്രി ഞാൻ അവിടെ ചെല്ലും, എന്നിട്ട് സ്ക്വാഷ് കലക്കും. പിറ്റേ ദിവസം കല്യാണം കലക്കും. അതാണ് നമ്മുടെ രീതി. അത് ശരി. അപ്പൊ തല്ലൊരുപാട് കൊണ്ടിട്ടുണ്ട്? അങ്ങനെയൊന്നുമില്ല. കെ ദാസ് ഇതുവരെ തല്ലുകൊണ്ടിട്ടില്ല. ഇതുവരെ. അപ്പൊ ഇന്നലെ എളമക്കരയിൽ വെച്ചിട്ട് ആരാണ്ട് പിടിച്ച് ഇടിച്ച് കൂമ്പ് പാട്ടി? അങ്ങനെ ഒന്ന് അല്ലാതെ ഞാൻ തല്ലുകൊണ്ടിട്ടില്ല. കച്ചേരിപ്പടിയിൽ വെച്ചിട്ട് അങ്ങനെ രണ്ട് അല്ലാതെ ഇതുവരെ ഞാൻ തല്ലുകൊണ്ടിട്ടില്ല. പിന്നെ ചമ്പക്കര മാർക്കറ്റിൽ കിടന്നൊരു ചെറിയ വെട്ടും കുത്തും, അത് 3. അങ്ങനെ 3. പിന്നെ ഇതുവരെ നമ്മൾ തല്ലുകൊണ്ടിട്ടില്ല. ഇല്ല. പിന്നെ എടപ്പള്ളി ടോളിന്റെ അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇടികൊണ്ടതാ. അയ്യോ, അത് തന്നെ പട്ടി കടിച്ചതാണ്. പട്ടിക്ക് പോലും വേണ്ട. പട്ടി കടിച്ചതാ. അത് ശരി. പിന്നെ ഇപ്പുറത്തെ മാർക്കറ്റിൽ കിടന്ന പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞിട്ട് അത് ഓട്ടോറിക്ഷ ഇടിച്ചല്ലേ? അത് തർക്കിക്കണ്ട. 550 ഇടി കൊണ്ട് 550 ഉറപ്പിച്ച് ഞാൻ കൊണ്ടിടിയല്ലേ? കുഴപ്പമില്ല. ഓക്കെ. നീ ചോദിക്കും. പിന്നെ ചേട്ടാ, ഇപ്പൊ ചേട്ടൻ ഇതിനു മുമ്പ് ചേട്ടാ സ്വന്തം ഭാര്യനെ എടുത്ത് ഇങ്ങനെ മർദ്ദിക്കണം ശരിയല്ല. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞേക്കാം. എന്റെ സ്റ്റൈൽ ഇതായി പോയില്ലേ? വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ചേട്ടന്റെ സ്റ്റൈൽ ഇതാണ്. ഓക്കെ. ആയിക്കോട്ടെ, അതൊക്കെ പോട്ടെ. ചേട്ടൻ ആരെങ്കിലും ഒതുക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ്? ഒതുക്കിയിട്ടുണ്ടെന്നാ? ചമ്പക്കര ബ്രൂണോനെ ഞാനല്ലേ ഒതുക്കിയത്. അത് ശരി. എടാ, അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ മുറ്റ് ഭയങ്കര സീനാണ്. അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവസാനം മലത്തി കളഞ്ഞ് ഈച്ചാർത്ത് കിടന്ന്. അത് ശരി. ചമ്പക്കര ബ്രൂണോ എന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ കൊലയാളിയാണ്? കൊലയാളിയല്ല, പട്ടിയാണ്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിൽ കയറാൻ പറ്റില്ല, ഭയങ്കര ശല്യോട് കൊന്നിയാൻ വിഷം കൊടുത്ത്. അത് ശരി. കണ്ട പട്ടീനെയും പൂച്ചനെയൊക്കെ കൊന്നിട്ടാണ് നിൽക്കണത്. ശരിയാ. അതൊക്കെ പോട്ടെ ചേട്ടാ. പിന്നെ ചേട്ടൻ ഈ ദിനചര്യകളൊക്കെ എങ്ങനെയാണ്? ദിനചര്യം അത് ഭയങ്കര കൃത്യനിഷ്ഠത എനിക്ക്. അതെന്താണ്? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പിച്ച് നോക്കും. അതെന്തിനാ? ജീവൻ ഉണ്ടാന്ന് അറിയണ്ടേ നമുക്ക്? പണി ഇതാണല്ലോ. പിച്ച് നോക്കും. അതിനുശേഷം എഴുന്നേച്ചിട്ട് 2 കുച്ചി പുട്ടും 4 ഏത്തപ്പഴം ഒരു 12 മുട്ടയും കഴിക്കും. അത് ശരി. അപ്പൊ പല്ലൊന്നും തേക്കില്ലേ? എന്റെ മോണക്ക് കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട് പല്ലിയേക്കാൻ പാടില്ല. അതിനുശേഷം നല്ല സെറ്റപ്പിൽ ഡ്രസ്സൊക്കെ ചെയ്ത് കൊട്ടേഷന് പോയി നമ്മൾ. അയ്യോ, അപ്പൊ കുളിയൊന്നും ഇല്ലേ? എടാ, എനിക്ക് വെള്ളം പേടിയാടാ. അത് ശരി. ചുമ്മാതല്ലേ ഇവിടെ ഒരു വാസം. അത് തന്നെ. സർസു എന്റെ പൊന്നിയേട്ടാ, ഇങ്ങനെ ഭാര്യമാരെ മർദ്ദിക്കണത് ശരിയല്ലട്ടാ. എടാ, എന്റെ സ്റ്റൈൽ ഇതല്ലേ? എന്റെ രീതി ഇതായി പോയി. ആയിക്കോട്ടെ. എന്റെ പൊന്നിയേട്ടാ, എന്ത് തോന്നിയ കാണിക്കണത്? എന്താണ് ഇങ്ങനെ മദ്യപിച്ചൊക്കെ നടക്കാൻ പാടണ്ട? എന്താ കാര്യം? എന്താണ് ചേട്ടൻ ഇങ്ങനെ പരസ്യമായിട്ടൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ടിവിയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ അതിന് വേണ്ടിട്ട് ഇങ്ങനെ മദ്യപിച്ചിരിക്കണം? മഹം ബോറാണ്ടതൊക്കെ. എന്ത് ബോറാണെന്നാണ് പറഞ്ഞത്? എന്ത് ബോർ? ഇങ്ങനെ മദ്യപിച്ച് ചേട്ടൻ ഇങ്ങനെ അടിച്ച് സൂചിച്ചൊക്കെ നടക്കാനല്ലേ? നീ കുടിക്കുവോ? എടാ, സുഖിച്ചാന്ന് മാത്രം പറയരുത് കുടിക്കണത്. എന്തെന്ന്? കുടിക്കണം സുഖിച്ചാന്ന് മാത്രം പറയരുത്. അടിച്ച് സൂചിച്ച് നടക്കാനല്ലേ ചേട്ടൻ ഇങ്ങനെ ജീവിതം അടിച്ച് സുഖിച്ച്? നീ ഇച്ചിരി അടിച്ചേ? ഞാൻ കഴിക്കാറില്ല. നീ ഇച്ചിരി അടിച്ചടാ. നമ്മൾ കഴിക്കൂല. ഒരു കവള അടിക്കുന്നേ നമ്മളങ്ങനെ ഒരു കവള അടിക്കടാ. നമ്മുടെ ഡ്യൂട്ടി ഇടയ്ക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. അടിക്കടാ ഒരു കവള്. നമ്മള് അങ്ങനെ അടി, ഒരു കവള അടി കാണട്ടെ. തൊണ്ട കാറിപ്പോലെ. ആ തൊണ്ട കാറിപ്പോളൂ. അപ്പൊ നീ എന്നാ പറഞ്ഞാ സുഖിച്ചാ കുടിക്കണെന്ന്? ഇതിന്റെ ഒരു കവള് കുടിച്ചപ്പോ നിന്റെ തൊണ്ട കാറിപ്പോയി. ഇത് ഡെയിലി 3 കുപ്പി കുടിക്കണ എന്റെ എവിടെയൊക്കെ കാറിപ്പോണെന്ന് എനിക്കറിയാമോ? അതുകൊണ്ട് സുഖിച്ചെന്ന് മാത്രം പറയരുത് കുടിക്കണത്. മനസ്സിലായ? അത് ശരി. ചെറുതും കൂടെ അടിക്കണം. എനിക്ക് വേണ്ട ചേട്ടാ. ചെറുതും കൂടെ അടിയടാ. നാട്ടുകാർക്ക് ടി വി ഒക്കെ നീ അടിയടാ. ക്യാമറ ഒക്കെ അവിടെ ഇരിക്കട്ടെ. നീ അടി. ഇപ്പൊ ഇങ്ങനെ നീ ആവശ്യത്തിന് അടി. അങ്ങനെയല്ല. എടാ, അടിയടാ. ആവശ്യത്തിനടി. അടിയോ മുടുക്കരി. ഇപ്പൊ എങ്ങനെയാ സരസു?
എന്താണ് ഇത്? മുഗൾ ചക്രവർത്തിമാരുടെ പരാക്രമങ്ങൾ എന്നെ എഴുതി വെച്ചേക്കണത്. ഷാജഹാൻ ഷാജഹാൻ ചക്രവർത്തി താജ്മഹലിന് വേണ്ടി പണി കഴിപ്പിച്ചതെന്താ മുംതാസ്. ഇത് മലയാളം കൊള്ളില്ല, ഇംഗ്ലീഷ് പഠിക്കാതാ നല്ലത്. അടിപൊളിതാണോ? മൂന്നാം ലോക മഹായുദ്ധം നടന്ന വർഷം 984607. ഇതാരും മൊബൈൽ നമ്പർ കൊടുത്ത് ബുക്കിനകത്ത് എഴുതി വെച്ചിട്ട് മനുഷ്യനായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കർത്താവിനുള്ളത് നീ നേരിട്ട് കൊടുത്തുകൊള്ളുക. എന്റെ കയ്യിൽ തന്നുവിടാൻ ഞാൻ എന്താ കൊറിയർ സർവീസ് കൊടുത്തേക്കെന്ന് കരുതി പറഞ്ഞതാ. അതിരിക്കട്ടെ, നീ ഇവിടെ എന്തെടുക്കുകയാണ്? ഞാനേ പഠിക്കണരുത്, വീട്ടിൽ ഇരുന്ന് പഠിക്കാനായിട്ട് അമ്മച്ചി സമ്മതിക്കല്ല. നീ എവിടെയെങ്കിലും പോയിരുന്ന് പഠിക്കുക, അവർക്ക് സീരിയല് കാണണമെന്ന്. ശരിയാണ്, നമ്മൾ പഠിച്ചെങ്കിലല്ല അച്ഛോ വലിയ വലിയ ആൾക്കാരാകാൻ പറ്റുള്ളൂ. അതെ, അപ്പോ നീ മിടുക്കനാണ്, സത്യം, നീ സമർത്ഥനാണ്. അതെ. നിന്നെ കാണുമ്പോഴേക്ക് കുഞ്ഞാപ്പൂനെയാണ് ഓർമ്മ വരുന്നത്. കുഞ്ഞാപ്പുവാ? അതാരാണ് ചെയ് കുഞ്ഞാപ്പു? ഞാൻ പറഞ്ഞു തരാം. പണ്ട് ഞാൻ കാനഡയിലായിരിക്കുമ്പോഴാ. എന്തിന്റെ ഇടയില്? കാനഡയിലായിരിക്കുമ്പോഴ് അങ്ങനെ ഞാനോർത്ത് അച്ഛൻ എന്നൊക്കെ പറയുന്നേ. സിസ്റ്റർ പെട്രീഷ്യയുമായിട്ട് പോകുമ്പോഴ്. ദൈവമേ, സിസ്റ്റർ പെട്ടി ഓട്ടോറിക്ഷയായിട്ട് പോയാ? സാത്താനെ സിസ്റ്റർ പെട്രീഷ്യയുമായിട്ട് തിരുവോരങ്ങളിലൂടെ നടക്കുമ്പോഴ് ഒരു കുഞ്ഞാപ്പൂവിനെ പരിചയപ്പെട്ടു. ആ കുഞ്ഞാപ്പു അതീവ ബുദ്ധിമാനായിരുന്നു, സമർത്ഥനായിരുന്നു, മിടുക്കനായിരുന്നു. അല്ല, ഈ കുഞ്ഞാപ്പു അതീവ സമർത്ഥനായിരുന്നു, മിടുക്കനായിരുന്നു എന്ന് പറയാൻ കാരണം എന്നാ? ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഒരു ദിവസം രാത്രി കുഞ്ഞാപ്പു ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഉറക്കത്തിൽ വളരെ ഭീകരമായ, അല്ലെങ്കിൽ വളരെ ഭീമത്സമായ ഒരു സ്വപ്നം കുഞ്ഞാപ്പു കാണുകയുണ്ടായി. എന്ത് സ്വപ്നമാണോ അവൻ കണ്ടത്? ജുറാസിക് പാർക്ക് സിനിമയിലെ ദിനോസർ കുഞ്ഞാപ്പുവിനെ പിടിക്കാൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ടു. അയ്യോ, എന്നിട്ട് എന്നാ ഇവൻ? അവൻ ബുദ്ധിമാനായിരുന്നു, സമർത്ഥനായിരുന്നു. അവനൊരു 3-3.5 മണിക്കൂറോളം ശ്വാസം അടക്കി പിടിച്ചു കിടന്നു. അവൻ 3-3.5 മണിക്കൂർ ശ്വാസം അടക്കി പിടിച്ചു കിടന്നല്ലേ? ഈ കുഞ്ഞാപ്പു ബുദ്ധിമാനാണല്ലേ? അച്ഛൻ ഇപ്പൊ എവിടുന്നാ വരുന്നേ? ഞാൻ അവന്റെ ശവമടക്ക് കഴിഞ്ഞ് വരുന്ന വഴിയാണ്. എന്നാ പറ്റിയോ? എടാ, ഒരു 3-3.5 മണിക്കൂറോളം ശ്വാസം അടക്കി പിടിച്ചു കിടന്നാൽ കുഞ്ഞാപ്പു അല്ല വലിയാപ്പൂരെ തട്ടിപ്പോകും. നീ നിന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്? ഇത് ടീച്ചർ പറഞ്ഞു മോഡേൺ ആർട്ട് വരച്ചുകൊണ്ട് ചെല്ലണോന്ന് പറഞ്ഞു. മോഡേൺ ആർട്ടോ? ഇതെന്ത് മോഡേൺ ആർട്ടാണ് നീ വരച്ചിരിക്കുന്നത്? വല്ലതും മനസ്സിലാവുന്നുണ്ടാ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് പട്ടി റൊട്ടി തിന്നുന്ന പടവാ. പട്ടി റൊട്ടി തിന്നുന്ന പടവാ? എന്നിട്ട് റൊട്ടി എവിടെയാടാ? പട്ടി തിന്ന്. അപ്പൊ പട്ടി എവിടെയാടാ? റൊട്ടി തിന്നാ പട്ടി നിക്കോ? പട്ടിയുടെ പാട്ടി. നീ മിടുക്കനാണ്. എന്തൊക്കെയാണ്, നീ ബുദ്ധിമാനാണെന്നല്ലേ പറഞ്ഞത്? നിന്നോട് ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കും. കുസൃതി ചോദ്യം. എന്റെ ഈ വലത് കൈയിൽ 1 ലക്ഷം രൂപയും ഇടത് കൈയിൽ കുറച്ച് അറിവും വെച്ചാൽ നീ അതിൽ ഏത് തിരഞ്ഞെടുക്കും? സംശയം എന്താ? വലത് കയ്യിലിരിക്കുന്ന 1 ലക്ഷം രൂപ എടുക്കും ഞാൻ. അതാണ് നീ മണ്ടനാണെന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ എന്റെ ഇടത് കയ്യിലിരിക്കുന്ന അറിവേ എടുക്കുള്ളൂ. അത് അച്ഛനില്ലാത്തത് അച്ഛനെടുത്ത്, എനിക്കില്ലാത്ത ഞാനും എടുത്ത്, അത്ര വിചാരിച്ചാ മതി. എന്തൊക്കെയാണെങ്കിലും അതൊക്കെ അങ്ങ് പോട്ടെ, അത് വിട്ടുകളയാം. നിന്നോട് നീ പഠിക്കുന്ന പാഠത്തിലെ കുറച്ച് വിഷയങ്ങളെ പറ്റി ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ഉത്തരം ഞാൻ പറയും, നീ തന്നെ പറയണം. ഒന്നാമത്തെ ചോദ്യം, പാമ്പിന്റെ 5 പര്യായങ്ങൾ പറയുക. പാമ്പിന്റെ 5 പര്യായം പറഞ്ഞു പിടിച്ചോട്ടാ. എന്റെ അപ്പച്ചൻ, പിന്നെ അപ്പുറത്തെ രാഘവൻ ചേട്ടൻ, തങ്കപ്പൻ ചേട്ടൻ, ദിനേശ് ചേട്ടൻ, സുമേഷ് ചേട്ടൻ. ഇവരൊക്കെ പാമ്പാന്നോടാ? ഇവരൊക്കെ 6 മണി കഴിഞ്ഞാ പാമ്പാ. സ്കൂളിൽ വിട്ടാ ഞാനും പാമ്പാ. അത് പോട്ടെ. വേറൊരു ചോദ്യം. വാസ്കോ ഡി ഗാമ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. വാസ്കോ ഡി ഗാമ കോഴിക്കോട് വന്ന് കാലുകുത്താനുണ്ടായ കാരണം എന്താണ്? അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അച്ഛോ. ഒരു സ്ഥലത്ത് വന്ന് എങ്ങനെയാ കയ്യം കുത്തി ഇറങ്ങുന്നത്? അതുകൊണ്ട് അവര് നീ ആയിരുന്നെങ്കിൽ ഇവിടെ തലയും കുത്തി ഇറങ്ങി. ഏതായാലും നമുക്ക് ഓരോരോ അവയവങ്ങൾ തന്നിട്ടുണ്ട്. അത് സത്യം. ഇപ്പൊ ഉദാഹരണത്തിന് ദൈവം നമുക്ക് കണ്ണ് തന്നിരിക്കുന്നത് എന്തിനാണ്? മൂക്ക് തന്നിരിക്കുന്നത് എന്തിനാണ്? ചെവി തന്നിരിക്കുന്നത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് പൊക്കിള് തന്നിരിക്കുന്നത് എന്തിനാണ്? എടാ പൊക്കിള് ശരിയായില്ല. എന്ത് എടാ ഇത്രയൊക്കെ ചോദ്യം ചോദിച്ചതൊക്കെ ഓക്കെ. അത് അച്ഛൻ അങ്ങനെയല്ല, അങ്ങനെ പറയരുത്. ഇല്ലല്ല, ഞാൻ അച്ഛനെ കുറിച്ച് ഇത്ര ഇങ്ങനെയല്ല വിചാരിച്ചു. വെറുതെ അല്ല, നാട്ടുകാർ മുഴുവൻ അച്ഛനെ വികാരി അച്ഛാ വിളിക്കും. അത് ശരിയായില്ല. പറയട്ടെ, പൊക്കിളല്ലേ? പട്ടി അടിക്കുമ്പോ കുത്തി. ഇതിനാണ് നീ ഇവിടെ എന്നിട്ട് കുർബാന വിളിച്ചത്. പിന്നെ അച്ഛൻ എന്നാ വിചാരിച്ച? നീ വെറുതെ അല്ലടാ നിന്നെ ഇങ്ങനെ പോയത്. അതൊക്കെ ഇരിക്കട്ടെ. സ്ത്രീലിംഗം പറയുക. സ്ത്രീലിംഗം പറയുക കേട്ടല്ലോ.
ഞാനൊരു സ്ത്രീലിംഗം പറയുമ്പോ നീ ഒരു പുല്ലിംഗം പറയണം, നീ ഒരു പുല്ലിംഗം പറയുമ്പോ ഞാനൊരു സ്ത്രീലിംഗം പറയും. മനസ്സിലായല്ലോ? മനസ്സിലായി. ഒന്നാമത്തെ ചോദ്യം, കള്ളൻ. കുള്ളൻ. എടാ കള്ളൻ എന്ന് പറയുമ്പോ ഒരു വള്ളിയിട്ട് കള്ളി എന്ന് വേണം പറയണം. വള്ളി വേണം, എന്നാലേ സ്ത്രീലിംഗമാവുള്ളൂ. എന്നാലേ സ്ത്രീലിംഗമാവുള്ളൂ. പറഞ്ഞു. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ആന. വള്ളി. എടാ സാത്താനെ ആന എന്ന് പറയുമ്പോൾ അതിന് വള്ളി ചേർക്കരുത്, മുമ്പിൽ ഒരു പിടി ചേർക്കണം. പിടിയാന. അയ്യോ പറഞ്ഞു. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ അച്ഛൻ. ഇതിലുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ നിർത്തി. എന്തൊക്കെയാണെങ്കിൽ നിനക്ക് സ്കൂൾ ആനിവേഴ്സറി ഒക്കെ അല്ലേ വരുന്നത്? അയ്യോ അത് പറയാൻ മറന്നുപോയി. സ്കൂൾ ആനിവേഴ്സറി ഞാൻ ഒരുപാട് മത്സരത്തിലൊക്കെ പങ്കെടുക്കും. എന്തൊക്കെ മത്സരത്തിൽ നീ പങ്കെടുക്കും? ഞാൻ ഒരുപാട് മിമിക്രി കാണിക്കും. കഥ പറയും. മിമിക്രി കാണിക്കും. നീ എനിക്ക് വേണ്ടിയിട്ട്, ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മിമിക്രി ഇവിടെ കാണിക്കാമോ? മിമിക്രി. മോഹൻലാലിനെ നീ ഒന്ന് അവതരിപ്പിച്ച്. ആക്ഷൻ. ഓക്കെ. കൊള്ളാം, വരവൊക്കെ കൊള്ളാം. ഒറ്റയാട്. ഒരു സംശയമുണ്ട്. എന്താണ്? മോഹൻലാലിന്റെ ഈ സൈഡാണോ തളർന്നു കിടക്കണ, ഈ സൈഡാണോ തളർന്നു? നീ ഏതെങ്കിലും ഒരു സൈഡ് ഇട്ട് ചെയ്തോ. ഇവിടെ തന്നെ തളർത്തിട്ടാ. ഓക്കെ. കലക്കി. ഇതെന്താടാ മാത്രമേ ഉള്ളൂ? ഇത്രയുള്ള ഡയലോഗ് പഠിച്ചിട്ടില്ല. ഡയലോഗ് പഠിച്ചിട്ടില്ല. വേറെ ഉണ്ട്. സുരേഷ് ഗോപി. എന്നാ സുരേഷ് ഗോപി ഒന്ന് ചെയ്യ്. സുരേഷ് ഗോപി. ആക്ഷൻ. അച്ഛൻ ഇത്രയുള്ള ഞാൻ എന്റെ ആക്ഷൻ ഡയലോഗ് പറഞ്ഞല്ലേ? ഡയലോഗ് ആയിരുന്നാ? അച്ഛൻ പേടിച്ചോ അല്ലേ? ശരി, നീ പറ. എന്റെ അപ്പച്ചനെ പുറകിൽ നിന്ന് കുത്തിയവൻ ആരാണെങ്കിലും ശരി, അവനെ കൊല്ലും ചാക്കോച്ചി. കൽക്കരി തിന്നും ചാക്കോച്ചി. എന്താണ് നീ പറയുന്നത്? അച്ഛൻ തുള്ളിയപ്പോ ഞാനും തുള്ളി. എടാ തുള്ളലിന്റെ വീക്ക്നെസ് ആണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? പാട്ട് കേട്ട അച്ഛൻ തുള്ളുവല്ലേ? തുള്ളും. അത് എനിക്കറിയാൻ പറ്റില്ല. വേറെ നല്ല മിമിക്രി വല്ലതും ഉണ്ടോ? വേറെ ജയൻ. ജയനെ കളിക്കും ഞാൻ. പഴയ നടൻ ജയൻ. പഴയ കാല ജയൻ. എന്നാ ജയൻ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യാമോ? ആക്ഷൻ. ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്ന് ഇങ്ങനെ ഓടൂട്ടാ. ഓടും. ആക്ഷൻ കാണിക്കൂട്ടാ. ശരി. ആക്ഷൻ. എടാ ശബ്ദമുണ്ടാക്ക്. എടാ ശബ്ദമുണ്ടാക്ക്. ജയനെ സമ്മതിക്കണോട്ടാ. എന്തിനി? ഈ കയ്യൊക്കെ ഇങ്ങനെ പിടിച്ച് എങ്ങനെ ഈ ടൈഗോലൊക്കെ പറഞ്ഞു? മനുഷ്യനിപ്പോ ശ്വാസം പൊട്ടിച്ചെത്തുവാൻ ഇവിടെ. എന്റെ കർത്താവ്, നീ മുട്ടനാടാ, മുട്ടനാട്. അതിരിക്കട്ടെ. എന്തൊക്കെയാണ് കഥ പറയാമോ? കഥ. ഒരു കഥ എന്ന് പറഞ്ഞു. ഒരു കഥ പറയട്ടെ. കഥ. നമസ്കാരം. ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്റെ കഥയുടെ പേരാണ് സ്ഥലം. ഒരു സ്ഥലത്ത് ഒരു സ്ഥലമുണ്ട്. അപ്പൊ അതിന്റെ അപ്പുറത്തെ സ്ഥലത്ത് വേറൊരു സ്ഥലമുണ്ട്. വേറെ സ്ഥലത്ത് നിന്ന് കുറെ സ്ഥലം മേടിക്കാൻ വേണ്ടി വന്നിട്ട് ആ സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്തു നിന്നും കൂടി വേറെ കുറച്ച് ആൾക്കാർ സ്ഥലം മേടിക്കാൻ വേണ്ടി വരും. അപ്പൊ ഈ സ്ഥലം കണ്ടപ്പോ അവർക്ക് നോക്കിയപ്പോഴത്തേക്ക് അപ്പുറത്ത് വേറെ സ്ഥലം. ആ സ്ഥലവും ഈ സ്ഥലവും കൂടി മേടിക്കും. നിന്റെ സ്ഥലത്തിന്റെ കഥ ഇവിടെ മതി. എന്തൊക്കെയാണ്? എനിക്ക് പോകാൻ കുറച്ചുകൂടി സമയമുണ്ട്. എന്നെ കൊണ്ടേ പോവുള്ളൂ. അതുവരെ നമുക്ക് കടങ്കഥ പറഞ്ഞു കളിക്കാം. കടങ്കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാനൊരു കടങ്കഥ പറയാം. ശ്രദ്ധിച്ചു കേട്ടോ. നെട്ടില്ല വട്ടയില്ല. അയ്യോ എനിക്കറിയാവുന്ന ചോദ്യമായിരുന്നു. ഞെട്ടില്ല ക്ലൂ വല്ല ഉണ്ടോ? ക്ലൂ. ഞെട്ടില്ല വട്ടയില്ല. വട്ടത്തിലിരിക്കും. സാത്താനെ പൊറോട്ടയല്ല, പിന്നെ കുറച്ചുകൂടി കനം കുറഞ്ഞത്. ദോശ. അതൊക്കെ പോട്ടെ. നമ്മള് സദ്യ ഒന്നുമില്ല. സദ്യ ഇങ്ങനെ ഉണ്ണുമ്പോൾ അതിന്റെ ഈ അറ്റത്ത് ചിപ്സ് അല്ല സാത്താനെ. നമ്മള് പായസത്തിലൊക്കെ ഇങ്ങനെ പോട്ടെ. അത് പോട്ടെ. കാറ്റ് വന്നു കഴിഞ്ഞ പറന്ന് എല്ലാം പോട്ടെ. നല്ലൊരു ക്ലൂ ഞാൻ തരാം. ആദ്യത്തെ അക്ഷരം പാ. അവസാനത്തെ അക്ഷരം ടം. എനിക്കിതറിയാവുന്ന ക്വസ്റ്റ്യന് ഉത്തരവായിരുന്നേ. ഞാൻ എന്ത് മണ്ടനാണെന്ന് നോക്കി. ഇത്ര സിമ്പിൾ ചോദ്യം ചോദിച്ചിട്ട് പറയാൻ പറ്റില്ല. നീ അച്ഛന് വേണ്ടി ഒന്ന് ഇവിടെ പറയാമോ? ഇനി എന്ത് പറയാനാ? നല്ലത് പറ. അതെന്നെ കൊച്ചാക്കണ പോലെ ആയി പോയില്ല അച്ഛൻ. ആദ്യത്തെ അക്ഷരം പാ, അവസാനത്തെ അക്ഷരം ടം. ഞാൻ പപ്പടോട് ഉദ്ദേശിച്ചു. പിന്നെ അല്ലാതെ. അപ്പഴേ കുറെ ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചില്ലേ? ഞാനൊരു വാക്ക് പറയാം. അത് അച്ഛൻ ആ പുസ്തകത്തിൽ എനിക്ക് എഴുതി തരണം. ഈ പുസ്തകത്തിൽ ഞാൻ നിനക്ക് എഴുതി തരണം. അക്ഷരത്തെറ്റില്ലാണ്ട് എഴുതി തരണം. എഴുതി തരും. തന്നില്ലെങ്കിൽ എനിക്ക് എന്ത് തരും?
തന്നില്ല നിനക്ക് എന്താണ് വേണ്ടത്? എന്താ വേണ്ടെന്ന് വെച്ചാ അച്ഛന് ഈ ലോഹയുടെ അടിയിട്ടിരിക്കുന്ന പാന്റ് എനിക്ക് എഴുതി തന്നില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് ഞാൻ ഈ ലോഹയുടെ അടിയിട്ടേക്കണ പാന്റ് നിനക്ക് ഊരി തരും. സമ്മതിച്ചില്ല? സമ്മതിച്ചു. എന്നാ എഴുതിക്കോ. ഓക്കെ, പറഞ്ഞു. രാമൻ ഒരു കൃഷിക്കാരനായിരുന്നു. കൃഷിക്കാരനായിരുന്നു. അയാൾ ദിവസവും തന്റെ കാളയുമായി ചന്തയിൽ പോകുമായിരുന്നു. കളയുമായി ചന്തയിൽ പോകുമായിരുന്നു. ഒരു ദിവസം കാള നടക്കാതെ വന്നപ്പോൾ തന്റെ കയ്യിലിരുന്ന ചാട്ടവാറ കൊണ്ട് കാളയുടെ മുതുകത്ത് അടിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചെഴുതണം. അക്ഷരസ്ഫുടതയോട് അക്ഷരത്തെറ്റില്ലാണ്ട് എഴുതണം. അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏ കാളേ നടകാളേ. എഴുതാൻ മലയാള അക്ഷരം ഞാൻ പറഞ്ഞത്. തോറ്റാ? ബെറ്റ് തെറ്റിയല്ല? ആ ബെറ്റ് കെട്ടിയ പാന്റ് ഇങ്ങോട്ട് ഊരി. പെട്ടെന്ന് ഊരി. ഞാൻ സെമിനാരിൽ പോയിട്ട് വേറെ ഒരു നല്ല പാന്റ്. അതൊന്നും പറ്റില്ല. സെമിനാറിൽ വേണ്ട. അച്ഛൻ ഇട്ടിരിക്കുന്ന ഈ പാന്റ് ഇവിടെ വെച്ച് എനിക്ക് ഊരി തരണം. ഈ പാന്റ് ഇത്ര ആൾക്കാരുടെ മുമ്പ് വെച്ച് എനിക്ക് ഊരി തരണം. എന്തൊക്കെയാലും നീ പറഞ്ഞു. എന്റെ അടുത്താണ് കളി.